ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയുണ്ട്. ഇപ്പോൾ സംയമനം പാലിക്കണമെന്നൊക്കെ ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട് എങ്കിൽ കൂടി അത് ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കുക, സമാധാനം കാക്ഷിക്കുന്നു എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ പറ്റുകയുള്ളൂ. നമ്മളെ ഇങ്ങോട്ടാണ് ആക്രമിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോൾ അതിനുള്ള പിന്തുണ ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ജലയുദ്ധം അവർ വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജലയുദ്ധം തന്നെയാണ്. നമ്മൾ ആ ജലയുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയും അതാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളെ സംബന്ധിച്ചപ്പോൾ ഈ വ്യോമപാത അടയ്ക്കൽ അതൊരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഇപ്പോൾ തന്നെ ഓരോ എയർലൈൻസുകളുടെ പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സാഹചര്യം നേരിടാൻ എന്നുള്ളത്. ഒരുപക്ഷെ എയർ ടിക്കറ്റുകളുടെ പൈസ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. യാത്രയുടെ ദൈർഘ്യം കൂടാനുള്ള സാഹചര്യം ഉണ്ടാകാം. ഇതൊക്കെ തന്നെയും ഉണ്ടാകാം. പക്ഷേ അത് നമുക്ക് നേരിട്ടേ പറ്റുകയുള്ളൂ. ഇതാണ് പാകിസ്ഥാൻ നമുക്ക് നേരെ നടത്തുന്ന ഉപരോധങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന കാര്യം. അതല്ലാതെ ഷിംല കരാറുമായി ബന്ധപ്പെട്ടൊന്നും വലിയ ബുദ്ധിമുട്ട് ഇന്ത്യയെ സംബന്ധിച്ചില്ല. അതിൽ അവർക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ള എന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.